ഹായ് ഫ്രണ്ട്സ്, റെഡ്മിയുടെ പുതിയ മോഡലായിട്ടുള്ള റെഡ്മി 10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഈ ഫോണിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഒരു 10,000 പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് ഓഫറുകളും എല്ലാം കഴിച്ച് ഒരു 10,000 പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്നതിൽ ഒരു ഒരു ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. കാരണം ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ, ലോങ് ലാസ്റ്റ് യൂസിങ്, നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ലൊരു പ്രോസസ്സർ, അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഫോൺ വേണ്ട അല്ലാതുള്ളൊരു മോഡലാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോണിനകത്തുള്ള എന്തൊക്കെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് റെഡ്മി 10 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ 10 ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ സ്റ്റിക്കറുള്ള കാരണം കാണാത്തതാണ്. അതൊക്കെ മാഞ്ഞുപോയി. റെഡ്മി 10 ഇവിടെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. താഴെ സ്നാപ്ഡ്രാഗൺ 680 6000 mAh ബാറ്ററിയാണ്, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MI ലോഗോ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ റെഡ്മി 10 വലുതായി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറാണ്, 6nm ചിപ്സെറ്റാണ്, 6.5 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് 18 വാട്ടിൻ്റെ ചാർജർ കിട്ടില്ല കേട്ടോ, ആകെ 10 വാട്ടിൻ്റെ ചാർജർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഒരു 400-500 കൊടുത്തിട്ട് വേറെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇവിടെ 50 MB പ്രൈമറി ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 MB സെൽഫി ക്യാമറ, പിന്നെ 6.71 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ്, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ് ടു 2 GB റാം വരെ നമുക്ക് വെർച്വൽ റാം എക്സ്പാൻഷൻ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ UFS 2.2 ആണ് പറയുന്നുണ്ട്. സ്പ്ലാഷ് പ്രൂഫ്, നാനോ കോട്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രീൻ കളറാണ്, കരീബിയൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് അൺബോക്സ് ചെയ്യുന്നത്. 4 GB റാം 64 GB ആണ് ഈ ഫോണിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിനി പെട്ടിമിത്ര കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ്, MRP കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാനുഫാക്ചറിങ് ഇയർ, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന് മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് റെഡ്മി എന്ന് പറഞ്ഞാൽ ഈ ഒരു കവറിനകത്ത് ഫോൺ വരിക. അത് മാറ്റി വയ്ക്കാം. ഇവിടെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളും പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ മാത്രമേ ഉള്ളൂ. ബാക്ക് പോച്ച് ഒന്നും കിട്ടില്ല കേട്ടോ. ഈ സാധനം കണ്ടോ, ഇത് മറ്റേ പോക്കോടെ ഫോണിനകത്ത് വരുന്ന പോലെ ആ ഒരു സെയിം അല്ലേ, 10 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ടൈപ്പ് സി ആണോ, അതെ ടൈപ്പ് സി ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. മൈക്രോ USB ടൈപ്പ് സി കൊടുക്കുന്നുണ്ട്, അതും ഒരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ കൂടെ കിട്ടുന്നത് എന്ന് പറയുന്നത്. ബാക്ക് പോച്ച് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് നമുക്ക് ഈ ഒരു ഫോണ് പുറത്തേക്ക് എടുക്കാം. യെസ്, ഇതാണ് റെഡ്മി 10 എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഗ്രീൻ കളർ, നല്ല ഭംഗി കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ലൈനുകളൊക്കെ കാണാം. പ്ലാസ്റ്റിക് ബോർഡാണ്, പക്ഷേ നല്ലൊരു ഫിറ്റ് ഉണ്ട്, നല്ല ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കൈ പിടിക്കുമ്പോൾ നല്ലൊരു സ്ട്രോങ് ഫോണാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാമറ മോഡുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. 2 ക്യാമറകൾ കേട്ടോ. ഇതൊരു ഡമ്മി വെറുതെ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ്, 2 ക്യാമറകൾ, പിന്നെ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ബാക്കിൽ കൊടുത്തുള്ളത്. സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാ ഫോണിനും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ബാക്കിൽ കൊടുത്തുള്ളത്. പിന്നെ റെഡ്മിയിൽ തന്നെ 10 പവർ എന്ന് പറഞ്ഞാൽ ഒരു 15,000 ഫോണിന് വരെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഫിംഗർ വരുന്നുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഇത് നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും ഈ ഒരു ക്യാമറ മോഡലൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്, ഒരു ഫ്രഷ്നെസ് കൊടുക്കുന്നുണ്ട്. ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്, എന്തായാലും കൊള്ളാം. നമ്മുടെ മുൻപത്തെ പോക്കോ M3 ആ ഒരു ഫോണൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സെയിം ഡയമെൻഷൻ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോള്, സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ ഒരു സിം കാർഡ് ഹോൾഡർ കാണാം. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഏത് ടൈപ്പാണെന്ന് നോക്കാം. അത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. 2 സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. പിന്നെ മുകളിലൊരു 3.5 mm ഓഡിയോ ജാക്ക് കൊടുക്കുന്നുണ്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ എന്തായാലും ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ ഇവിടെ MI എന്ന് ഇത് കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓണാവുന്നൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ചോട്ടാ. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫോൺ ഓണാകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു സ്ക്രീൻ വരുന്നുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ്. ഫുൾ HD ഒന്നുമില്ല, ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. HD+ ആണെന്ന് തോന്നുന്നില്ല, നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളാണ്, ഞാൻ വിചാരിച്ച പോലെയല്ല, വിചാരിച്ചതിനേക്കാളും നല്ല ക്ലിയറുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കൊടുക്കുന്നത്, അതും ചെറിയൊരു നോച്ചാണ് കേട്ടോ, വളരെ ചെറിയൊരു നോച്ചാണ്. വീഡിയോ കാണുമ്പോഴൊന്നും നമുക്ക് അത്ര ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. വളരെ ചെറിയൊരു നോച്ചാണ് വരുന്നത്. സൈഡിൽ താഴത്തെ ഭാഗത്ത് കുറച്ച് വലിയൊരു ബെസലുണ്ട്, പക്ഷേ സൈഡിലൊക്കെ വളരെ നൈസായിട്ടുള്ള ഒരു ബെസലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഡിസ്പ്ലേ വൈസ് ഇതാണ് പറയാനുള്ളത്. നോർമൽ റിഫ്രഷ് റേറ്റ് തന്നെ വരുന്നുള്ളൂ, 60 Hz. എന്തായാലും കൊള്ളാം. ഡിസ്പ്ലേ വൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇവിടെ റെഡ്മിന്ന് ഇതിൽ ഇതൊരു സ്റ്റിക്കർ ഉണ്ട് അതിന് മുകളിൽ. അത് കാരണമാണ് കറക്റ്റ് ക്ലാരിറ്റി അറിയാത്തത്. ഇത് പറിച്ചാൽ ഞാൻ ശരിക്കും ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. എന്തായാലും നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്ത് നമുക്ക് വെറുതെ പരിശോധിക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണും ഇത് MIUI വേർഷൻ 13 കൊടുക്കുന്നത്. അത് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാരണം കൊടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നുള്ളൂ. അത് 12 എന്നാലും കിട്ടും, പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് വരും. ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നത്. അങ്ങനെ 12 കൊടുക്കാമായിരുന്നു. പിന്നെ 64 GB ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 23 GB കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുക. പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫെബ്രുവരി വരെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ സെറ്റിങ്സിനകത്ത് ഇതാണ് പറയേണ്ടത്. ഇനി ഈ ഫോണിൻ്റെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 680 എന്ന് പറയുന്ന നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നതിൽ നല്ലൊരു ചിപ്സെറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ UFS 2.2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്രോസസ്സറും കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് പറയാനുള്ളത്. നമുക്കിനി ഈ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 MB ക്യാമറ പറയുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മെഗാപിക്സൽ 50 മെഗാപിക്സൽ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ ക്യാമറയ്ക്ക് വേണ്ടി നിൽക്കരുത് കേട്ടോ. ക്യാമറയ്ക്ക് ഒരു നോർമൽ ക്യാമറ ആയിരിക്കും. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. വലിയ കുഴപ്പമില്ല, നമുക്ക് സാധാരണ രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്നല്ലാതെ ഓവറായിട്ടൊന്നും ക്യാമറയ്ക്ക് വേണ്ടി ഫോൺ എടുക്കരുത്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്. വളരെ ലോ ലൈറ്റ് കണ്ടീഷനകത്തൊന്നും നമുക്ക് വലിയൊരു ഔട്ട്പുട്ടൊന്നും കിട്ടില്ല. നോർമലായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ മോഡ് നമുക്കിവിടെ 1080 നമുക്ക് 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ 60 FPS ഒന്നും ഇല്ല. ഫോട്ടോയിലേക്ക് വരുമ്പോൾ ഫോട്ടോ മോഡ് ഇവിടെ വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. മോഡ് സെറ്റിങ്സിനകത്ത് പോയി 50 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ഒരു മോഡ്. സ്ലോ മോഷൻ വരുന്നുണ്ടോ, സ്ലോ മോഷൻ മോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ നൈറ്റ് മോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇതൊരു ക്യാമറയ്ക്ക് ഒരു ആവറേജ് ക്യാമറ, ഒരു 10,000 പ്രൈസ് റേഞ്ചിലുള്ള ഫോണിന് വേണമെങ്കിൽ ഒരു നല്ല ക്യാമറ ആയിരിക്കും. ഫ്രണ്ട് ക്യാമറ 5 MP ഉള്ളൂ. അതെന്തായാലും വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ലൈവായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയ കുഴപ്പമില്ല. 5 MP ഉള്ളതെന്നുണ്ടെങ്കിലും അതിനകത്ത് നിൽക്കുന്ന ഒരു തിരക്കായില്ലാത്ത ക്യാമറ കുഴപ്പമില്ല. നല്ലൊരു ക്യാമറയും സെൽഫി ക്യാമറ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കുഴപ്പമില്ലെന്ന് പറയാം. ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സും സെറ്റിങ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ഈ ഫോണിന് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ബാറ്ററി ബാക്കപ്പാണ്. 6.5 mAh ബാറ്ററി, നമുക്ക് ഇഷ്ടം പോലെ ചാർജ് വെക്കും. എന്തായാലും ഒരു 10,000 പ്രൈസ് റേഞ്ചിനകത്ത് ആൾക്കാർ ഫോൺ വാങ്ങിക്കുന്നത് നോർമൽ യൂസിങ് അല്ലെങ്കിൽ സാധാരണ സോഷ്യൽ മീഡിയ ബ്രൗസിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ മെയിൻ യൂസിങ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. കുറച്ച് വലിയ ഫോണാണ്, കുറച്ച് ഹെവിയാണ്. ഒരു ബാക്ക് പോച്ചും ഒരു സ്ക്രീൻ ഗ്ലാസ്സൊക്കെ വരുമ്പോൾ ഒന്നും കൂടി വെയിറ്റ് കൂടും. പക്ഷേ എന്തായാലും രസമുണ്ട്, ഫോൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി ചാർജ് നിൽക്കും. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ 18 വാട്ട് സപ്പോർട്ട് ഉണ്ട്. വേണമെങ്കിൽ റെഡ്മിക്ക് ഒരു 18 വാട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ തന്നെ 10 വാട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ ഫോൺ ഫുൾ ചാർജ് ആവാനായിട്ട് എന്തായാലും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ എടുക്കും. അപ്പോൾ മിനിമം ഒരു 18 വാട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൊടുത്താൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫുൾ HD+ അല്ല എന്നുള്ളതും വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. വേറെ ഒന്നും പറയാനില്ല. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട് ഡിസ്പ്ലേക്ക്. പിന്നെ ഫോൺ ഇപ്പോൾ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ഫോണായ കാരണവും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഫോൺ ഉപയോഗിച്ചപ്പോഴേക്കും ഹീറ്റിംഗ് ഉണ്ട് ചെറുതായിട്ട്. ഈ അടിഭാഗത്തുനിന്ന് നല്ല ഹീറ്റിംഗ് ഉണ്ട്. പക്ഷേ ബോർഡിൻ്റെ ഭാഗത്തു നിന്നല്ല കേട്ടോ, ഈ ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന്, ഈ കണക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ട് നല്ല രീതിയിൽ ഹീറ്റിംഗ് വരുന്നുണ്ട്. ചിലപ്പോൾ അത് അടുത്ത അപ്ഡേറ്റിലൊക്കെ ശരിയായിരിക്കും. വേറെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.